തിരുവല്ല പൊടിയാടിയിൽ നിന്ന് കാണാതായ റീനയെയും 2 പെൺമക്കളെയും കന്യാകുമാരിയിൽ നിന്നും കണ്ടെത്തി. ഓഗസ്റ്റ് 17 മുതലാണ് ഇവരെ കാണാതായത്. ഇതിനിടെ റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുജൂട്ടി ബാബു ചേരുന്നുണ്ട്. സുജൂട്ടി ബാബു, ഓഗസ്റ്റ് 17 മുതലാണ് ഇവരെ കാണാതായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെന്തെങ്കിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ടോ? ഈ സംഭവം ഓഗസ്റ്റ് 10 നടക്കുന്നു. പിന്നീട് ഇവരെ കണ്ടെത്താതെ വന്നതോടുകൂടി തന്നെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ശേഷമാണ് ഈ കേസ് തുടർന്ന് അന്വേഷിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലും പുറത്തും തമിഴ്നാട്ടിലൊക്കെ തന്നെ ഇവരുടെ ചിത്രങ്ങൾ പതിപ്പിക്കുകയും വിപുലമായ അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് കന്യാകുമാരി പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് പോലീസിന് ഇത്തരം ഒരു വിവരം ലഭിക്കുന്നത്. ഇവരെ കാണാതായവർ അവിടെ ഉണ്ടെന്ന് അവിടെത്തി അന്വേഷണം പൂർത്തീകരിച്ചപ്പോഴാണ് റീനയും 2 പെൺമക്കളെയും കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് റീനയുടെ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് വിവിധ തവണ ചോദ്യം ചെയ്തതിന്റെ മാനസികാഘാതമാണെന്ന് റീന മരിച്ച ഭർത്താവിന്റെ കുടുംബം ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒടുവിൽ റീനയെ കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതിന്റെ ഫലമായി കൃത്യമായി നടത്തിയതിന്റെ ഫലമായി കൂടിയാണ് വൈകിയെങ്കിലും ജീവനോടെ റീനയും 2 മക്കളെയും കണ്ടെത്താൻ സാധിച്ചതാവും.